ഭയങ്കര ഒരു ഡിസപ്പോയിൻമെൻറ്റോട് കൂടിയാണ് ഇപ്പോൾ സത്യം പറഞ്ഞ വീഡിയോ ചെയ്യുന്നത്. കാരണം നമുക്കറിയാം, ഒരു സെക്ഷൽ അബ്യൂസ് പോലത്തെ ട്രൊമാറ്റിക് ആയിട്ടുള്ള ഒരു ഇവൻറ്റ് ഒരാൾ ഓപ്പൺ അപ്പ് ചെയ്യുന്ന സമയത്ത് പോലും ഇതുപോലെ എന്തൊക്കെ മോശം കമൻസാണ് ആൾക്കാർ പറയുന്നത് എന്നുള്ളത്. മോശം എന്നുള്ളതിനെക്കാട്ടും ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്ന ഒരു കമൻറ്റാണ്, എന്തുകൊണ്ടാണ് ഈ പറഞ്ഞിട്ടുള്ള ആൾ ആ സമയത്ത് സെക്ഷൽ അബ്യൂസിൻ്റെ സർവൈവർ അല്ലെങ്കിൽ വിക്റ്റിം ആയിട്ടുള്ള ഒരു ആൾ അബ്യൂസ് നടക്കുന്ന സമയത്ത് എന്തുകൊണ്ട് റെസ്പോണ്ട് ചെയ്തില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് പ്രതിരോധിച്ചിട്ടില്ല, ഉന്തി മാറ്റിയില്ല, അല്ലെങ്കിൽ ഒരു തല്ല് കൊടുത്തില്ല, അതൊന്നും ചെയ്ത് ഓടിപ്പോയില്ല എന്നൊക്കെയുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ്. സോ ഇതിനെ നമുക്ക് ഇത്രയും ആൾക്കാർ പറയുന്ന സ്ഥിതിക്ക് തന്നെ ആസ് എ സൈക്കോളജിസ്റ്റ് എനിക്ക് തോന്നിയിട്ടുള്ള വായനയിൽ കൂടെ എനിക്ക് മനസ്സിലായി, എൻ്റെ റിസർച്ചിലൂടെ എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ പറയണം തോന്നി. 4 മെയിൻ പോയിൻറ്റ്സ് ആണ് ഇപ്പോൾ ഇന്ന് എനിക്ക് പറയാൻ ആഗ്രഹമുള്ളത്. ഫസ്റ്റ് തിങ് ഇസ്, നമുക്കൊക്കെ ഹ്യൂമൻ ബീങ്സ് എന്നുള്ള രീതിയിൽ സർവൈവൽ ഇൻസ്റ്റിങ്സ് ഉണ്ട്. ആ സർവൈവൽ ഇൻസ്റ്റിങ്ക്റ്റ് കാരണം തന്നെ ഒരു ട്രൊമാറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് വരുമ്പം 3 തരത്തിലാണ് മേജറായിട്ട് റെസ്പോൺസ് വരിക. ഒന്ന് ഫൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യമാണ്, അതായത് ആ സിറ്റുവേഷനെ നേരിടുക എന്നുള്ളത്. സെക്കൻഡ് വൺ ഇസ് ഫ്ലൈറ്റ്, അവിടുന്ന് രക്ഷപ്പെട്ട് ഓടിപ്പോവുക എന്നുള്ളത്. മൂന്നാമത്തെ ഒരു കാര്യമാണ് അവിടെ ഫ്രീസായി പോവുക എന്നുള്ളത്. കാരണം നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാതെ എന്താണ് ഇന്ന് പ്രോസസ്സ് ചെയ്യാൻ പറ്റില്ല. നമ്മളെ ബ്രെയിനിലെ കെമിക്കൽസ്, ഇപ്പം ഇമോഷൻസിൻ്റെ സീറ്റായിട്ടുള്ള അമിഗ്ഡാലയോ പിന്നെ അതുപോലെ തന്നെ മറ്റ് ഇതുമായിട്ട് അസോസിയേറ്റഡ് ആയിട്ടുള്ള ഏരിയാസ് എല്ലാം കൂടെ ഓവർ ആക്ടിവേറ്റ് ആയിട്ടും അല്ലെങ്കിൽ അതിന് ഒരുപാട് കൺഫ്യൂഷൻസും ഡിസിഷൻ മേക്കിങ്ങിലൊക്കെ പ്രശ്നം വന്നിട്ട് ഇത് എന്ത് ചെയ്യണമെന്ന് മനസ്സിലാവാതെ നമ്മളവിടെ ഫ്രീസ് ആവുന്നൊരു സിറ്റുവേഷൻ ഉണ്ടാവാറുണ്ട്. സോ ദാറ്റ് ഈസ് ഫസ്റ്റ് റീസൺ. സെക്കൻഡ് റീസൺ എന്ന് പറയുന്നത് ഇതിൻ്റെ തന്നെ വളരെ സിവിയർ ആയിട്ടുള്ളൊരു വേർഷൻ ആയിട്ടുള്ള ടോണിക് ഇമ്മൊബിലിറ്റി എന്ന് പറയും, വിച്ച് ഇസ് എ സ്റ്റേറ്റ് ഓഫ് ടെമ്പററി പാരാലിസിസ്. ഇങ്ങനെ എക്സ്ട്രീംലി ഇമോഷണൽ ആയിട്ടുള്ള ഒരു ഇവൻറ്റ് നടക്കുന്ന സമയത്ത് വി ബിക്കം ടെമ്പറലി പാരലൈസ്ഡ്. പാരാലിസിസ് എന്താണല്ലേ, പാരലൈസ്ഡ് എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ. പലപ്പോഴും ഇതുപോലത്തെ സിറ്റുവേഷൻസ് വരുമ്പോൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒരു കോപ്പസ് പോലെ, അതായത് ഒരു ശവശരീരം പോലെ ആയിരുന്നു നിന്നിട്ടുണ്ടായിരുന്നു, എനിക്ക് അനങ്ങാൻ പറ്റിയിട്ടില്ല എന്നുള്ളത്. ദാറ്റ് ഈസ് ബിക്കോസ് ഇത്രയ്ക്കും സിവിയർ ആയിട്ടുള്ള, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഫ്രീസ് മൂഡിനെക്കാട്ടും സിവിയർ ആയിട്ടുള്ള ഒരു തരത്തിൽ പാരാലിസിസ് പോലെ ആയി പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ ആ സമയത്ത് റെസ്പോണ്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ മേജർ കാരണം. ആൻഡ് ഇതൊന്നും വെറുതെ പറയുന്നതല്ല, ഇതൊക്കെ വെൽ ഡോക്യുമെൻറ്റഡ് ആയിട്ടുള്ള മെൻ്റൽ ഹെൽത്തിൻ്റെയും ആണെന്നുണ്ടെങ്കിലും ട്രോമ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസിലൊക്കെ വെൽ ഡോക്യുമെൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഈ പറയുന്ന എല്ലാത്തിൻ്റെയും റെഫറൻസസ് ഞാൻ ഈ വീഡിയോസിൻ്റെ താഴെ കൊടുക്കുന്നതായിരിക്കും. ആർക്കെങ്കിലും ഇത് വെറുതെ പറയുകയാണ് അല്ലെങ്കിൽ ഉണ്ടാക്കി പറയുകയാണ്, ഒരു സൈഡ് എടുക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ റെഫറൻസസ് ചെക്ക് ചെയ്യാവുന്നതാണ്. ആൻഡ് ദ തേർഡ് തിങ് ഇസ് ഡിസോസിയേഷൻ. അതൊരു സൈക്കോളജിക്കൽ എസ്കേപ്പ് മെക്കാനിസമാണ് അല്ലെങ്കിൽ കോപ്പിംഗ് മെക്കാനിസമാണ്. ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് നടക്കുന്ന സമയത്ത് അത്രയും ഭയാനകമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്, അല്ലെങ്കിൽ അത്രയും പെയിൻഫുള്ളാണ് ഇമോഷണലി ആൻഡ് ഫിസിക്കലി എന്നുള്ളത് കൊണ്ട് തന്നെ അവിടെ നമ്മൾ ഡിനൈ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവാറുണ്ട്, ഇങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല എന്നുള്ള പോലെയായിട്ട്. അങ്ങനെ നമ്മളെ ബോഡിയിൽ നിന്നോ നമ്മളെ ഫീലിങ്സിൽ നിന്നോ ഡിസോസിയേറ്റ് ആയിട്ട് അതിൽ നിന്ന് മാറിയിട്ട് നമ്മൾ വേറൊരാളെ പോലെ ബിഹേവ് ചെയ്യുന്ന തരത്തിൽ ഉണ്ടാവാറുണ്ട്. കാരണം നമുക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, ഒരു ട്രൂത്ത് എന്താണെന്നുള്ളത്, അവിടെ എന്താ സംഭവിക്കുന്നത് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് ഒരു റെസിസ്റ്റൻസ് എക്സ്പ്രസ് ചെയ്യുന്നതിൽ നിന്നോ ഒക്കെ നമ്മൾ ആ ഒരു ഡിറ്റാച്ച്മെൻറ്റ്, ബോഡി ആയിട്ടോ റിയാലിറ്റി ആയിട്ടോ നമുക്ക് ഡിറ്റാച്ച്മെൻറ്റ് ഉള്ളത് കൊണ്ട് തന്നെ ആ ഡിസെൻറ്റ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നതെന്ന് പ്രതിരോധിക്കും. ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് ലേൺഡ് ഹെൽപ്ലെസ്നെസ്. ഇതിന് പണ്ട് മുതലേ സാധാരണ തിയറിയിൽ തന്നെ കൊടുക്കുന്നൊരു പിക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ചങ്ങലയിൽ കെട്ടിയിട്ടുള്ള ആനേൻ്റെ ഒരു ഇതാണ്. കാരണം ആനയ്ക്ക് നമുക്കൊക്കെ അറിയാം ഈസി ആയിട്ട് അത് ബ്രേക്ക് ചെയ്ത് പോകാം എന്നുള്ളത്. പക്ഷേ അതിനെ കണ്ടീഷൻ ചെയ്തിട്ടുള്ള വഴിയാണ്. കാരണം നമ്മൾ അതിനെ കുഴിച്ചിട്ട് ആ കണ്ടീഷൻ ചെയ്തു എന്നുള്ളത് കൊണ്ട് തന്നെ ആനയ്ക്ക് ആ ചങ്ങലയല്ല പേടി, മൊത്തത്തിൽ അവിടുന്ന് എസ്കേപ്പ് ആയാലുള്ള കോൺസിക്വൻസസിനെയാണ്. അതേപോലെ തന്നെയാണ് സ്ത്രീകൾ അല്ലെങ്കിൽ പുരുഷന്മാരായാലും ട്രാൻസ്ജെൻഡേഴ്സ് ആയാലും ആരാണെന്നുണ്ടെങ്കിലും ഇത്തരത്തിലൊരു സെക്ഷൽ അബ്യൂസോ കാര്യങ്ങളോ നേരിട്ട് കഴിഞ്ഞാൽ നമുക്കൊക്കെയും വൾണറബിൾ ആയിട്ടുള്ള ആൾക്കാർക്ക് സൊസൈറ്റിയിൽ കണ്ടീഷനിങ് തന്നിട്ടുണ്ട് നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നതിനെ പറ്റി എന്നുള്ള രീതിയിൽ. സോ അങ്ങനെ റെസ്പോണ്ട് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു തോന്നൽ, അങ്ങനെ ഒരാൾ നമ്മൾ ആക്രമിക്കാൻ വന്നു കഴിഞ്ഞാൽ പ്രതിരോധിക്കാൻ പറ്റില്ല എന്നുള്ളൊരു തോന്നൽ കുട്ടിക്കാലം മുതൽ നമുക്കൊക്കെ ഡെവലപ്പായിട്ട് വന്നിട്ടുണ്ട്. പ്രിഡേറ്ററാണ് അല്ലെങ്കിൽ നമ്മൾ വൾണറബിൾ ആണ്, നമ്മളാണ് സൂക്ഷിക്കേണ്ടത്, ഇലയ്ക്കും മുള്ളിനും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് പഴഞ്ചൊല്ലും കാര്യങ്ങളും കേട്ടിട്ട് നമുക്ക് ഇതൊക്കെ തലയിൽ നിൽക്കുന്നുണ്ട്. ഇറ്റ്സ് നോട്ട് ഈസി ടു അൺലേൺ എനി ഓഫ് ദീസ് എന്നുള്ളതാണ്. അപ്പം അങ്ങനെ ഒരു ഹെൽപ്ലെസ് ആണ് നമ്മൾ എന്നുള്ളൊരു ഫീലിംഗ് ലേൺഡ് ആയിട്ട് പോവുകയാണ്. അവിടെ റെസ്പോണ്ട് ചെയ്തിട്ടും കാര്യമില്ല, അല്ലെങ്കിൽ റെസ്പോണ്ട് ചെയ്യാൻ നമുക്ക് പറ്റില്ല എന്നുള്ളൊരു തോന്നൽ ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ്. സോ ഇങ്ങനെ 4 കാരണങ്ങൾ കൊണ്ടാണ്, ഏറ്റവും ഒരുപാട് റീസൺസിൻ്റെ കൂടെ ഈ 4 കാര്യങ്ങൾ ഒരു സൈക്കോളജിസ്റ്റ് എന്നുള്ളൊരു പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ ഈ 4 കാരണങ്ങൾ കൊണ്ടാണ് ആൾക്കാർക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റാതിരിക്കുന്നത്. അല്ലാതെ അത് അവർ ബൈ ചോയ്സ് ചെയ്യുന്ന കാര്യമല്ല, പക്ഷെ പറ്റാത്തത് കൊണ്ടായിരിക്കും പലപ്പോഴും ചെയ്യുന്നത്. ദയവ് ചെയ്ത് ഇത്തരത്തിലുള്ള കമൻസും കാര്യങ്ങളും പറയുന്ന സമയത്ത് എന്താണ് എന്ന് ഒന്ന് നോക്കുക, അല്ലെങ്കിൽ എന്തുകൊണ്ടായിരിക്കും എന്നുള്ളത് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ മറ്റൊരാളോട് ചോദിച്ചു നോക്കുക. നമുക്ക് അറിയാത്തൊരു എക്സ്പീരിയൻസിനെ പറ്റിയിട്ടാണെന്നുണ്ടെങ്കിൽ, കാരണം എല്ലാവർക്കും ഈ ഒരു ഫിയറോ വൾണറബിലിറ്റിയോ കാര്യങ്ങളോ ഉണ്ടാവില്ല. ആസ്ക് ദി അതർ പേഴ്സൺ, ബാക്കിയുള്ള ഒരാളോട് ചോദിച്ചു നോക്കുക എന്തുകൊണ്ടാണ് എന്നുള്ളൊരു കാര്യം.